ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽബനി. ഞാനും എൻ്റെ ചങ്ങാതിമാരും ആൾതാമസമില്ലാത്ത പെട്ടി ദ്വീപിലാണുള്ളത്. ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആലപ്പുഴ ഫാമിലിയാണ്. രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് 4 വയസ്സും 5 വയസ്സുമുള്ള കുട്ടികളുമായിട്ടാണ് അവർ ലക്ഷദ്വീപിലേക്ക് വന്നത്. പലരും ചോദിക്കാറുണ്ട്, ചെറിയ കുട്ടികളുമായിട്ട് ലക്ഷദ്വീപിലേക്ക് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അവരാണ് ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഫോം വിളിക്കരുത്, ഇവിടെ റേഞ്ച് കുറവാണ്, ചിലപ്പം കിട്ടത്തില്ല. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് മറുപടി തരും. ഓക്കെ. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രി 4 പകലാണ്. നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടി ആരംഭിച്ച് 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടു കൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 3 രാത്രി 4 പകലാണ് കണക്ക്. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 3500 റുപ്യ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻസ് അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം. ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ. ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. PCC 6 മാസം കാലാവധിയുണ്ട്. ഈ PCC ഉപയോഗിച്ച് 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാമും നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം. കപ്പൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾ നല്ല ക്ഷമയുള്ള ആളായിരിക്കണം. ഒരു കപ്പൽ തന്നെ ടിക്കറ്റ് കിട്ടണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡേറ്റിൽ തന്നെ ടിക്കറ്റ് കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന അനുസരിച്ച് ലക്ഷദ്വീപിലേക്ക് വരാം. ഒരു കപ്പലിന് നമ്മൾ ട്രൈ ചെയ്യും, ചിലപ്പോൾ അത് കിട്ടില്ല. രണ്ടാമത്തെ കപ്പലിന് ട്രൈ ചെയ്യും, ചിലപ്പോൾ അതും കിട്ടില്ല. ഒരു 2ഓ 3ഓ കപ്പലിനൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുക. അതുകൊണ്ട് നല്ല ക്ഷമയുള്ള ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുക. അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോവാം. ഇനി നമ്മുടെ പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ പാക്കേജിൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം നോൺ AC ആണ്, AC അല്ല. AC വേണ്ടവർക്ക് നമ്മൾ ചെയ്തു തരും, എക്സ്ട്രാ പൈസ അടച്ചാൽ മതി. 3 ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി, ആൾ താമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ്, അതിമനോഹരമായ ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ, പിന്നെ കൂമൽ ബീച്ചിലെ കാഴ്ചകൾ, അലി ബീച്ചിലെ കാഴ്ചകൾ, ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും 7 കുളവും, ലൈറ്റ് ഹൗസിലെ രസകരമായ കാഴ്ചകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത്. പാക്കേജിൻ്റെ പുറമെ 4 കാര്യങ്ങളുണ്ട്. കപ്പലിലെ ഭക്ഷണം, പിന്നെ സ്ക്യൂബ ഡൈവിങ്, പിന്നെ കയാക്കിങ്, പിന്നെ ആൾ താമസമില്ലാത്ത ചെറിയ ട്രിപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാക്കേജിൻ്റെ പുറമെയാണ്. ഒന്നുകൂടി പറയുന്നു, എൻ്റെ